കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. 500-ലധികം പേരുടെ ജീവനെടുത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലോടെ വയനാടിനെ കാത്തിരിക്കുന്നത് സമാനകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി. കാർഷിക മേഖല പൂർണ്ണമായും തകർന്നതോടെ വയനാട് പിടിച്ചുനിന്നത് ടൂറിസത്തിലൂടെയായിരുന്നു. ഇപ്പോൾ വയനാട് സുരക്ഷിതമല്ല എന്ന ക്യാമ്പയിൻ വന്നതോടെ വൻ തിരിച്ചടിയാണ് ടൂറിസത്തിലും ഉണ്ടായത്. വയനാടിന്റെ ആകെ വരുമാനത്തിന്റെ 25% ടൂറിസത്തിൽ നിന്നാണ്. പക്ഷേ കഴിഞ്ഞ 22 ദിവസമായി 20 കോടിയുടെ നഷ്ടമാണ് ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. മതിയായ യോഗ്യതയില്ലാത്ത പൈലറ്റുമായി വിമാനം സർവീസ് നടത്തിയെന്ന ഗുരുതര പിഴവിന് എയർ ഇന്ത്യക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA 90 ലക്ഷം രൂപ പിഴ ചുമത്തി. കൂടാതെ വീഴ്ചയുടെ പേരിൽ എയർ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ പങ്കുൽ മാത്തൂർ, ട്രെയിനിംഗ് ഡയറക്ടർ മനീഷ് വാസവദ എന്നിവർ യഥാക്രമം 6 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും പിഴ അടയ്ക്കണം. ഇത്തരം സംഭവങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ട പൈലറ്റിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് DGCA പ്രസ്താവനയിൽ പറഞ്ഞു. ഓണം എത്തും മുമ്പേ പലചരക്ക് വിപണിയിൽ വൻ വിലക്കയറ്റം. പയർ ഇനങ്ങൾക്കും ഉള്ളിക്കുമാണ് വൻതോതിൽ വില വർദ്ധിച്ചിരിക്കുന്നത്. വൻപയർ, പച്ചപ്പട്ടാണി, സവാള, ശർക്കര ഇനങ്ങൾക്കെല്ലാം വില കുതിച്ചുയരുകയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. ചില ഇനത്തിന് മാസത്തിനിടെ കിലോയ്ക്ക് 70 രൂപയുടെ വരെ വർധനയാണ് ചില്ലറ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് എലിപ്പനി വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന കണക്കുകൾ. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഇതുവരെ 121 എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ 102 പേരുടെ മരണകാരണം എലിപ്പനിയാണെന്നും സംശയിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നതിനുള്ള നടപടികൾ സജീവം. 2021 അവസാനിക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 3 വർഷത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്നാണ് 2021 സെൻസസ് നടക്കാതെ പോയത്. രാജ്യത്ത് 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് നടക്കുന്നത്. 2011 അവസാനത്തെ സെൻസസ്. അന്നത്തെ കണക്കുകളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സ്ഥിതികൾ വിലയിരുത്താൻ നിലവിൽ അവലംബിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ ചൈനയെ മറികടന്ന് ലോകത്ത് 1-ാം സ്ഥാനത്താണ്. ദീർഘദൂര KSRTC യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി റെസ്റ്റോറന്റുകളിൽ നിന്ന് കോർപ്പറേഷൻ താൽപര്യപത്രം ക്ഷണിച്ചു. യാത്രക്കാർക്ക് ഭക്ഷണപാനീയ സേവനങ്ങൾ നൽകുന്നതിനായി പ്രധാന റൂട്ടുകളിൽ സ്ഥിതി ചെയ്യുന്നതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും ശുചിത്വമുള്ളതുമായ റെസ്റ്റോറന്റുകളിൽ നിന്നാണ് KSRTCയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് താൽപര്യപത്രം ക്ഷണിച്ചിട്ടുള്ളത്. UAEയിൽ സ്വർണ്ണ വിനിമയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്ത സ്ഥാപനമായ മുത്തൂറ്റ് എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് UAE സെൻട്രൽ ബാങ്ക് റദ്ദാക്കി. ബാങ്കിംഗ് നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഈ നടപടിയെന്ന് UAE വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. UAE സെൻട്രൽ ബാങ്കിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു മുത്തൂറ്റ് എക്സ്ചേഞ്ച്. ഹെൽത്തി കേരള ശുചിത്വ പരിശോധനയുടെ ഭാഗമായി കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ വിജിലൻസ് സ്ക്വാഡിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രം പൊതുജന ആരോഗ്യ വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ തൊട്ടിൽപ്പാലം, പൈക്കളങ്ങാടി ടൗണുകൾ കേന്ദ്രീകരിച്ച് കടകളിൽ പരിശോധന നടത്തി. ശുചിത്വ നിലവാരം പുലർത്താതെയും കുടിവെള്ള ഗുണനിലവാര പരിശോധന നടത്താതെയും പ്രവർത്തിക്കുകയും മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്ത 10 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഉണക്കമീൻകട പൂട്ടിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. 14 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവരും ഡിജിറ്റൽ സാക്ഷരതയുടെ അടിസ്ഥാന അറിവുള്ളവരായി മാറുന്ന ഡിജി കേരള പദ്ധതി നടപ്പാക്കാൻ കോർപ്പറേഷനിൽ നടപടിയായി. ഇതിന്റെ ഭാഗമായി നടൻ ആസിഫ് അലി ഡിജി കേരള പദ്ധതിയുടെ കോഴിക്കോട് കോർപ്പറേഷൻ ബ്രാൻഡ് അംബാസഡറായി തീരുമാനിച്ചതായി
സെക്രട്ടറി KU ബിനി അറിയിച്ചു. ഡിജി കേരള കോർപ്പറേഷൻ തല ഔദ്യോഗിക ഉദ്ഘാടനം 24-ന് രാവിലെ 11-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് എരഞ്ഞിപ്പാലം DDA കോളനി പരിസരത്ത് നിർവഹിക്കും. നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ കാന്തപുരം കരുവാറ്റ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 4:30-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിനെയും കൊടുവള്ളി മണ്ഡലത്തിലെ താമരശ്ശേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് പൂനൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് സംസ്ഥാന സർക്കാർ 3.5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. നേരത്തെയുണ്ടായിരുന്ന വീതി കുറഞ്ഞ തൂക്കുപാലം 15 വർഷത്തിലധികമായി തകർന്നു കിടക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വയനാട്ടിലേക്ക് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ 700ഓളം ബസ്സുകളാണ് ദുരിതബാധിതരെ സഹായിക്കാനായി വ്യാഴാഴ്ച സർവീസ് നടത്തിയത്. സമാഹരിച്ച തുക ബസ് ഉടമകൾ വെള്ളി ശനി ദിവസങ്ങളിലായി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. ഡീസൽ ചെലവ് മാത്രമെടുത്തതിന് ശേഷമുള്ള തുകയാണ് കൈമാറുക. അധിക തൊഴിലാളികളും കൂലി വാങ്ങാതെയാണ് ജോലിയെടുത്തത്. പ്രളയ സമയത്ത് സമാനമായ രീതിയിൽ സർവീസ് നടത്തി എല്ലാ ജില്ലകളിൽ നിന്നുമായി 3.11 കോടി രൂപ സമാഹരിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രവും ജില്ലാ വികസന സമിതിയും കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം കൈത്തറി മേള സെപ്റ്റംബർ 14 വരെ കോർപ്പറേഷൻ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് വൈകിട്ട് 4 മണിക്ക് ഡെപ്യൂട്ടി മേയർ P മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ JDT ഇസ്ലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഫങ്ഷണൽ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK മക്ബൂൽ, ഫങ്ഷണൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവി സുജാമോൾ, അസിസ്റ്റന്റ് പ്രൊഫസർ AC ഷബന, 3ാം വർഷ വിദ്യാർത്ഥിനി സ്വാലിഹ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.